വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ എമർജൻസി കോട്ട ഏർപ്പെടുത്താൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചു. ഫെബ്രുവരി 9 എല്ലാ സോണൽ റെയിൽവേകൾക്കും അയച്ച കത്തിൽ ജനുവരി 15 പുറപ്പെടുവിപ്പിച്ച മുൻ വിജ്ഞാപനം പുനഃപരിശോധിച്ച ശേഷം വന്ദേ ഭാരത് സ്ലീപ്പർ, അമൃത് ഭാരത് സെക്കൻഡ് ട്രെയിനുകളിൽ ഇനി മുതൽ അടിയന്തര കോട്ട ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ ബോർഡ് അറിയിച്ചു. തുടക്കത്തിൽ സ്ത്രീകൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, ഡ്യൂട്ടി പാസുകാർ എന്നിവർക്ക് മാത്രമായിരുന്നു കോട്ട അനുവദിച്ചിരുന്നത്. അടിയന്തര കോട്ട പ്രകാരം 7 അതിലധികമോ സ്ലീപ്പർ കോച്ചുകളുമായി സർവീസ് നടത്തുന്ന അമൃത് ഭാരത് ട്രെയിനുകളിൽ എമർജൻസി കോട്ടയിൽ 24 സീറ്റുകൾ ഉണ്ടായിരിക്കും. 7 സ്ലീപ്പർ കോച്ചുകളുമായി ധൻബാദ് വഴി ഓടുന്ന ഹൗറ, ആനന്ദ് വിഹാർ, അമൃത് ഭാരത് എക്സ്പ്രസിലെ യാത്രക്കാർക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. വന്ദേ ഭാരത് സ്ലീപ്പറിലെ അടിയന്തര കോട്ട ആഴ്ച ദിവസങ്ങളിലും വാരാന്ത്യങ്ങളിലും വ്യത്യാസപ്പെടും. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ കോച്ച് ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അടിയന്തര കോട്ട ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കോട്ടയിലുള്ള സീറ്റുകളുടെ എണ്ണം സാധാരണ ദിവസങ്ങളിലും വാരാന്ത്യങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഫസ്റ്റ് എസിയിൽ സാധാരണ ദിവസങ്ങളിൽ 4 സീറ്റുകൾ, വാരാന്ത്യങ്ങളിൽ 6 സീറ്റുകൾ. സെക്കൻഡ് എസിയിൽ സാധാരണ ദിവസങ്ങളിൽ 20 സീറ്റുകൾ, വാരാന്ത്യങ്ങളിൽ 30 സീറ്റുകൾ. തേർഡ് എസിയിൽ സാധാരണ ദിവസങ്ങളിൽ 24 സീറ്റുകൾ, വാരാന്ത്യങ്ങളിൽ 42 സീറ്റുകൾ. ഈ കോട്ടകൾ മുൻകൂർ റിസർവേഷൻ കാലയളവിൽ അല്ലെങ്കിൽ ബുക്കിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് ഏതാണ് ആദ്യം വരുന്നത് എന്ന തീയതിയിൽ റിസർവ് ചെയ്യാവുന്നതാണ്. അടിയന്തര കോട്ട പുനഃപരിശോധിക്കാൻ സോണൽ റെയിൽവേകൾക്കും അനുവാദമുണ്ടാകും. മറ്റു മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകളിൽ എന്ന പോലെ ഡിമാൻഡ് പാറ്റേണുകളും സീറ്റ് ലഭ്യതയും അടിസ്ഥാനമാക്കി സോണൽ റെയിൽവേകൾക്ക് ഈ ട്രെയിനുകളിലെ നിശ്ചിത അടിയന്തര കോട്ട ഇടയ്ക്കിടെ പുനഃപരിശോധിക്കാമെന്നും അതിനനുസരിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്താമെന്ന് റെയിൽവേ ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിൽ സർവീസ് നടത്തിയത്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രെയിൻ 16 കോച്ചുകളിലായി 823 പേർക്ക് യാത്ര ചെയ്യാനാകും. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയാണ് മറ്റൊരു സവിശേഷത. AC ഫസ്റ്റ് ക്ലാസ്, AC 2 ടയർ, AC 3 ടയർ എന്നിങ്ങനെ 3 തരം കോച്ചുകളാണ് ട്രെയിനിൽ ഉണ്ടാവുക. 400 കിലോമീറ്റർ വരെയുള്ള യാത്രക്കാർക്ക് 3 AC ടിക്കറ്റിന് 960 രൂപ മുതൽ 3500 വരെയാണ്. ഇത് കിലോമീറ്റർ കണക്കാണ്. ദൈർഘ്യമേറിയ യാത്രകൾക്ക് ഫസ്റ്റ് ക്ലാസ് ACക്ക് 13,300 വരെയാണ് നിരക്ക്. തേർഡ് എസിയിൽ സാധാരണ ദിവസങ്ങളിൽ 24 സീറ്റുകളും വാരാന്ത്യങ്ങളിൽ 42 സീറ്റുകളുമാണ് എമർജൻസി കോട്ടയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത്. അഡ്വാൻസ് റിസർവേഷൻ കാലയളവിലോ അല്ലെങ്കിൽ ബുക്കിംഗ് അവസാനിക്കുന്നതിന് മുമ്പോ ഇവയിൽ ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് ബുക്ക് ചെയ്യാം. മറ്റ് മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകളിലേതുപോലെ സോണൽ റെയിൽവേകൾക്ക് ഈ കോട്ടകൾ കാലാകാലങ്ങളിൽ അവലോകനം ചെയ്യാമെന്നും റെയിൽവേ ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ ക്രമീകരണം അനുസരിച്ച് 7 അതിലധികമോ സ്ലീപ്പർ കോച്ചുകളുള്ള അമൃത് ഭാരത് ട്രെയിനുകളിൽ 24 സീറ്റുകൾ അടിയന്തര കോട്ടയിലുണ്ടാകും. എമർജൻസി, ലേഡീസ്, ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ, ഡ്യൂട്ടി പാസ് എന്നിവ ഉൾപ്പെടെ 5 തരം കോട്ടകളാണ് ഇനി ഈ ട്രെയിനുകളിൽ ലഭ്യമാകുക. റിസർവേഷൻ എഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ പോലുള്ള മറ്റ് റിസർവേഷനുകൾ ഈ ട്രെയിനിൽ ഉണ്ടാവില്ല. അത്യാവശ്യ യാത്രകൾക്ക് ആവശ്യമായുള്ള പ്രത്യേക റിസർവേഷൻ സൗകര്യമാണിത്. മെഡിക്കൽ അത്യാഹിതങ്ങൾ, സർക്കാർ ഡ്യൂട്ടി, ഔദ്യോഗിക യാത്രകൾ, റെയിൽവേ അംഗീകൃത പ്രത്യേക കേസുകൾ എന്നിവയ്ക്കാണ് പ്രധാന പരിഗണന ലഭിക്കുക. IRCTC വഴി അടിയന്തര കോട്ട ഓൺലൈനായി ബുക്ക് ചെയ്യാനാവില്ല. നിയുക്ത റെയിൽവേ ഉദ്യോഗസ്ഥർ വഴി അപേക്ഷിക്കണം. പരിശോധനയ്ക്ക് ശേഷമേ അനുമതി ലഭിക്കൂ. ഓരോ അപേക്ഷയും സൂക്ഷ്മമായി പരിശോധിച്ചാണ് സീറ്റുകൾ അനുവദിക്കുന്നത്. അടിയന്തര കോട്ടയും തൽക്കാൽ ബുക്കിംഗും പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കാറുണ്ട്. എന്നാൽ രണ്ടും വ്യത്യസ്തമാണ്. തൽക്കാൽ ടിക്കറ്റുകൾ അധിക നിരക്ക് നൽകി ആർക്കും അടിയന്തര യാത്രക്കാർക്കായി ബുക്ക് ചെയ്യാം. അതിനിടെ പുതിയതായി വരുന്ന ബംഗളൂരു, തിരുവനന്തപുരം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് കോട്ടയം വഴിയായിരിക്കുമെന്നും സൂചന വരുന്നു. രാത്രി 7:30 തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട് രാവിലെ 7:30 ബംഗളൂരുവിൽ എത്തുന്ന രീതിയിലായിരിക്കും സമയക്രമം. 16 AC കോച്ചുകൾ ഉണ്ടാകും. തേർഡ് AC 2300, സെക്കൻഡ് AC 3000, ഫസ്റ്റ് AC 3600 രൂപ എന്നിങ്ങനെയാകും തിരുവനന്തപുരം മുതൽ ബംഗളൂരു വരെയുള്ള ഏകദേശ നിരക്ക്. വന്ദേ ഭാരത് സ്ലീപ്പറിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് 72 മണിക്കൂറിന് മുമ്പ് റദ്ദാക്കിയ ടിക്കറ്റ് തുകയുടെ 75% നിങ്ങൾക്ക് റീഫണ്ടായി ലഭിക്കും. അതായത് മൊത്തം തുകയുടെ 25% റദ്ദാക്കൽ നിരക്കായി ഈടാക്കും. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ പ്രധാനമായും AC 3 ടയർ, AC 2 ടയർ, AC ഫസ്റ്റ് ക്ലാസ് എന്നിങ്ങനെ വിഭാഗങ്ങളും ഉണ്ടാകും. IRCTC വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ടിക്കറ്റ് എടുത്തവർക്ക് ഓൺലൈനായി തന്നെ റീഫണ്ടിന് അപേക്ഷിക്കാം. യാത്രക്കാരുടെ സൗകര്യാർത്ഥം ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം യാത്രക്കാരുടെ കുറവ് മൂലം 2 വന്ദേ ഭാരത് സർവീസുകൾ അവസാനിപ്പിച്ചിട്ടുമുണ്ട്. ഇന്ത്യയിലെ ആദ്യ സർവീസുകളായ ഉദയ്പൂർ, ജയ്പൂർ, ഉദയ്പൂർ, ആഗ്ര സർവീസുകളാണ് അവസാനിപ്പിച്ചത്. ഇവയ്ക്ക് പകരം റൂട്ട് മാറ്റി ഉദയ്പൂർ, അസർവ സർവീസ് നടത്താനാണ് റെയിൽവേയുടെ തീരുമാനം. ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന 82 വന്ദേ ഭാരത് വണ്ടികളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ കേരളത്തിലെ 3 ട്രെയിനുകളാണ് മുന്നിൽ. 200% ഇവയിലെ ഒക്യുപ്പൻസി നിരക്ക്. എന്നാൽ മൊത്തം വന്ദേ ഭാരതുകളും പരിശോധിച്ചാൽ പകുതിയോളം ട്രെയിനുകളിൽ യാത്രക്കാരുടെ എണ്ണവും ഒക്യുപ്പൻസിയും കുറവാണ്. 30-ലധികം വന്ദേ ഭാരതുകളിൽ സീറ്റുകൾ കാലിയാണെന്നാണ് റിപ്പോർട്ട്. പ്രാദേശികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് നിശ്ചയിച്ചതാണ് വന്ദേ ഭാരതിൽ യാത്രക്കാർ കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.